ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. തൃശൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദാനന്തര ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നതിനായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്ന് ഗവർണർ വ്യക്തമാക്കി. ലോകപ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് അല്ലാരഖായുടെ ജീവിതം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഓരോ ജോലിയിലുമുള്ള വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചത്. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുക്കരുത്, അതിനപ്പുറം ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനത്തോടെ സമൂഹത്തിനും ജനങ്ങൾക്കും മികച്ച സേവനം നൽകുകയും വേണമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖലയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവുള്ളവരാകണമെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes, I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. ബിരുദദാന ചടങ്ങിലെടുത്ത പ്രതിജ്ഞ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കണമെന്നും ഗവർണർ ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. All of them put together, they have brought you to this level. They have given you some position in the society, and because of them you are standing upright in the society. That has to follow without forgetting the parents and the teachers. Always remember them, always. They have done always in your interest, and least don't forget the people in the society. Go for them. I am there here for them. All those people who are called great people, they have worked for the society. They have worked for others, not for oneself. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വാഗതം ആശംസിച്ചു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.